ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈം സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗെയിമിൽ ഒരു പ്രത്യേകം ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു ഡീറ്റെയിൽമെന്റ് വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതാർക്കെങ്കിലും ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഗൈസ് നമ്മൾ പ്രൈം സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അപ്പൊ 8ാമത്തെ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ബാനറും എന്താണ് പ്രൊഫൈലും ബാനറും ഒക്കെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് സ്ലോട്ട്, അതുപോലെ നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ട്. അതുപോലെ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് എന്ന് വെച്ചാൽ ലെവൽ 8 ആണ്, അതായത് പ്രൈം 8 എന്ന് പറയും. അപ്പൊ ഇതിൽ നമുക്ക് പ്രത്യേക ഒരു സ്റ്റോർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാം അതായത് ഈ ഒരു സംഭവത്തിലുള്ള എല്ലാ സാധനവും നമുക്ക് കിട്ടും. അപ്പൊ 7ാമത്തെ ലെവൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 7ാമത്തെ ഇതും കിട്ടും. അതുപോലെ ഗൈസ് ഞാൻ പെട്ടെന്ന് ഇതിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്, അതുകൊണ്ട് സോറി. അപ്പോൾ നമുക്ക് 6ാമത്തെ ലെവൽ നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് പ്രൊഫൈലും ഇതും. പിന്നെ നമുക്ക് 7ാമത്തെ ലെവൽ മുതലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് പുതുതായിട്ട് വരുന്ന ബണ്ടിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗെയിമിലേക്ക് കിട്ടും, മറ്റുള്ളവർക്ക് കിട്ടുന്നതിന് മുമ്പേ. 4ാമത്തെ ലെവലിൽ നമുക്ക് 100 സ്ലോട്ട് കിട്ടും ഗൈസ്. ഫ്രണ്ട് സ്ലോട്ട് 100 എണ്ണം നമുക്ക് കിട്ടും, അതായത് 4ാമത്തെ ലെവൽ മുതൽ. അതുപോലെ നമ്മൾ 4ാമത്തെ ലെവൽ നോക്കുവാണെങ്കിൽ തമ്പിന് ഈ ബാനർ ഇത് സംഭവമൊക്കെ കിട്ടും. അതുപോലെ ഈ ഒരു ഇമോട്ട് നമുക്ക് ഫ്രീ ആയിട്ടും കിട്ടും ഗൈസ്. അതായത് വെച്ച് കഴിഞ്ഞാൽ ലെവൽ 4 അല്ല പ്രൈം 4 ആയി കഴിഞ്ഞാൽ ഇത് കിട്ടും. അതുപോലെ പ്രൈം 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു സാധനം കിട്ടും. അതുപോലെ നമുക്ക് 4 ഡ്രസ്സ് നമുക്ക് ലോബിയിൽ തന്നെ മാറ്റാനുള്ള ഒരു സംഭവം വരും. അതുപോലെ 3ാമത്തെ ലെവലിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഇതാണ് ഗ്ലൂ വാള്. അത് നിങ്ങൾക്ക് 3 എന്ന് എഴുതിയ ഒരു ഗ്ലൂ വാള് വരും. അതുപോലെ പ്രൈം നോക്കുവാണെങ്കിൽ ഗൈസ് 2ാമത്തെ ഇതിൽ നമുക്ക് എന്താണ് ബ്ലാക്ക് ലിസ്റ്റ് സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല, അപ്പൊ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്ത് പറയാം. അതുപോലെ നമുക്ക് ഗിഫ്റ്റ്, അതായത് നമുക്ക് ഓരോരോ ഗിഫ്റ്റ് നമുക്ക് എന്താണ് ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളെ ബർത്ത്ഡേക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഫ്രീ ഫയറിന്റെ ആനിവേഴ്സറി സമയത്തൊക്കെ നമുക്ക് ഓരോരോ ഗിഫ്റ്റ് വരും. ആ ഗിഫ്റ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേന്റെ നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യുവാണെങ്കിൽ അതായത് ഗൈസ് നിങ്ങൾക്ക് എത്രയാണ് 100 ഡയമണ്ട് വെറുതെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പ്രൈം 8 ലെവൽ എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഡയമണ്ട് പൊട്ടിക്കണം. അപ്പൊ ഞാൻ ഇവിടെ കാണിച്ചു തരാം എത്ര ഡയമണ്ട് പൊട്ടിച്ചുകഴിഞ്ഞാൽ കിട്ടുക. അപ്പം പ്രൈം 1ന് 100 ഡയമണ്ട് പൊട്ടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. 2ാമത്തത് 1000 ഡയമണ്ട് നിങ്ങളെ ഇതിൽ പൊട്ടിക്കുവാണെങ്കിൽ കിട്ടും. 3ാമത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3ാമത്തെ എത്രയാണ് ഗൈസ് 3000 പൊട്ടിച്ചെങ്കിൽ കിട്ടും. 4ാമത്തത് 10,000 പൊട്ടിച്ചെങ്കിൽ കിട്ടും. 5ാമത്തത് 30,000 പൊട്ടിച്ചെങ്കിൽ കിട്ടും. 6 60,000, അതായത് 60,000 ഡയമണ്ട് നിങ്ങളെ കയ്യിൽ പൊട്ടിക്കാണെങ്കിൽ കിട്ടും. അതുപോലെ 7ാമത്തെ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,20,000 ഡയമണ്ട് നിങ്ങളെ അക്കൗണ്ടിൽ സ്പെൻഡ് ചെയ്യുന്നതാണ് കിട്ടും. അതുപോലത്തെ 8ാമത്തെ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലക്ഷം ഡയമണ്ട് പൊട്ടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ ഒരു ടൈറ്റിൽ കിട്ടും, അതായത് ഈ ഒരു സംഭവം കിട്ടും പ്രൈമിന്റെ. അപ്പൊ എൻ്റെ അക്കൗണ്ട് എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പൊളി അക്കൗണ്ട് പോലെ തോന്നുന്നുണ്ട്. അതായത് ഫുള്ള് ഗോൾഡൻ സെറ്റപ്പ് ഒക്കെ ആയിട്ട് കാണാൻ തന്നെ നല്ല ലുക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും നിങ്ങൾ ഇത് ഫോഴ്സ് ചെയ്യൂല, നിങ്ങൾ ഓരോ ലെവലിൽ നിന്ന് അപ്പാക്കുന്നു. അതുപോലെ പ്രൈം സ്റ്റോറിന്റെ ഒരു കാര്യം ഞാൻ ഇവിടെ കാണിച്ചുതരാം. അതായത് ഈ ഒരു സ്റ്റോറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സാധനങ്ങൾ ഇനിയിപ്പോ എല്ലാ മന്തും നമുക്ക് ഇതായിട്ട് വരും, അതായത് ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ ഇതൊരു വലിയ കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൈസക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഇതിൽ ഇപ്പം 3000 ഡയമണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗണ്ണ് പെർമനന്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇതൊരു സംഭവം സെറ്റപ്പാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിൽ നമുക്ക് ഫ്രണ്ട് സ്ലോട്ട് കൂടുതൽ കിട്ടും. അതെങ്ങനെയാണ് ഞാനത് എക്വിപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതായത് 100 ഫ്രണ്ട്സിന്റെ കൂടിയും സ്ലോട്ട് കൂടുതലായിട്ട് വരും. അപ്പോൾ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെവൽ 4 മുതൽ പറ്റുന്ന തോന്നുന്നു. അതായത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി, അതായത് അതിലെല്ലാം എഴുതി കാണിക്കും. അപ്പോൾ നിങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ ഇല്ല ഒരു കാര്യം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഇതായിരുന്നു ഈ ഒരു സാധനം. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ഇവന്റ് നമുക്ക് നേരത്തെ കിട്ടും, അതായത് 4 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന ഇവന്റ്. അപ്പം ഇത്രയും സെറ്റപ്പ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഒരുപാട് പൈസ പൊട്ടിക്കണം. അപ്പം നഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടമൊക്കെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിൽ ഇത്രയും പൈസ പൊട്ടിക്കൽ അതൊരു വലിയ മോശം കാര്യമാണ്. അപ്പൊ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. Exaggerated, that's what you assume.